ദൈവത്തിൻ്റെ ദിവസമായ നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ കേൾക്കുന്ന ശബ്ദപരിധികളിൽ കേൾക്കുന്ന സകല മാതാപിതാക്കന്മാർ, അതുപോലെ എല്ലാ ബഹുമാനപ്പെട്ട ഇന്ന് കാലം എല്ലാവർക്കും യേശുവിൻ്റെ നാമത്തിൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഞാനൊരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ചു വളർന്നു. ഞങ്ങൾ 4 മക്കളാണ്. അതിലെ ഏറ്റവും ഇളയവളായി ഞാനായിരുന്നു. എന്നാൽ ഞങ്ങളുടെ ജീവിതത്തിൽ എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ജീവിതത്തിലൊരിക്കലും സമാധാനമോ സന്തോഷമോ എന്തെന്ന് എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാനിടയായിട്ടില്ല. എൻ്റെ പിതാവിൻ്റെ ക്രൂരമായ പീഡനം, അതുപോലെ പിതാവിൻ്റെ മദ്യപാനം. ഞങ്ങൾക്ക് എറണാകുളത്ത് സ്വന്തം സ്ഥലമുണ്ടായിരുന്നു. ഏകദേശം 1 കോടിയോളം രൂപ വരുന്ന സ്ഥലമുണ്ടായിരുന്നു. അത് കുറേശ്ശെ എൻ്റെ പിതാവ് വിറ്റ് കളഞ്ഞു. എന്നാൽ അവസാനം വന്നപ്പോൾ ഞങ്ങൾക്ക് ജീവിക്കാനായിട്ടോ യാതൊരു മാർഗമില്ലാതെയായി. അതുപോലെ കയറി കിടക്കാൻ ഞങ്ങൾക്കൊരു വീടില്ലാതെയായി. ആ സമയത്തൊക്കെയും ജീവിതത്തിൽ എൻ്റെ മൂത്ത 2 സഹോദരിമാരും ഞാനും കൂടെ ചേർന്ന് ഞങ്ങൾ മരിക്കുവാൻ ആഗ്രഹിച്ചു. കാരണം ഞങ്ങൾ പല ഹിന്ദുക്കളുടെ ദേവന്റെ, അതുപോലെ പല ഇടത്തിലും പള്ളികളിലും പല ദേവന്മാരുടെയും അടുത്ത് പ്രശ്നങ്ങൾക്കൊരു പരിഹാരത്തിന് വേണ്ടി പിതാവിൻ്റെ ഒരു മാനസാന്തരം, മദ്യപാനം നിർത്തണം, ഞങ്ങൾക്കൊരു വീട് വേണം, ഒരു ദിവസമെങ്കിലും ഞങ്ങൾ സമാധാനത്തിൽ ഭവനത്തിൽ കഴിയണം, അതിനുവേണ്ടി ഒരുപാട് സ്ഥലത്ത് ഞങ്ങൾ കയറി ഇറങ്ങി പ്രാർത്ഥിച്ചു. എന്നാൽ ഞങ്ങളുടെ ജീവിതത്തിൽ യാതൊരു പ്രതീക്ഷയ്ക്കും ഒരു വകയില്ലായിരുന്നു. ഒരു ദിവസം പോലും ഞങ്ങൾക്ക് ഒരു സമാധാനം ഭവനത്തിൽ ലഭിച്ചില്ല. പല പ്രാവശ്യം എൻ്റെ മൂത്ത ചേച്ചി ആത്മഹത്യ ചെയ്യുവാൻ വേണ്ടി വെള്ളത്തിൽ പുഴയിൽ ചാടിയിട്ടുണ്ട്. അതുപോലെ ഉറക്ക ഗുളിക കഴിച്ചു. അവിടെ നിന്നെല്ലാം ആരെങ്കിലും കണ്ടിട്ട് എൻ്റെ ചേച്ചിയെ വിളിച്ച് ഭവനത്തിൽ കൊണ്ടുവരും. എന്നാൽ അങ്ങനെ പല പ്രാവശ്യം ഞങ്ങൾ എൻ്റെ ചേച്ചി മരിക്കാൻ തീരുമാനിച്ചു. അതുപോലെ ഒരുവിധം ഓർമ്മയായ സമയത്ത് ഞാനും ചിന്തിച്ചു, ജീവിതത്തിൽ യാതൊരു പ്രതീക്ഷയില്ല, ജീവിച്ചിട്ട് യാതൊരു വഴിയുമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞങ്ങൾ ചെയ്യാവുന്നതിൻ്റെ പരമാവധിയെല്ലാം ഞങ്ങൾ ചെയ്തു. എങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ എനിക്കൊരാങ്ങള ഉണ്ടായിരുന്നു. എൻ്റെ പിതാവിൻ്റെ മർദ്ദന നിമിത്തം മഹാരാഷ്ട്രയിൽ പഠിച്ചിരുന്ന എൻ്റെ ആങ്ങള ദിവസം വീട്ടിൽ നിന്നിറങ്ങിപ്പോയി. അങ്ങനെ ജീവിതത്തിൽ എൻ്റെ ആങ്ങളയ്ക്ക് യാതൊരു സമാധാനവും കിട്ടിയില്ല. ആങ്ങളെ പിതാവിൻ്റെ മർദ്ദന നിമിത്തം വീട്ടിൽ നിന്നിറങ്ങിപ്പോയി. പിന്നെ എവിടെയാണെന്ന് പോലും അറിയില്ലായിരുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഞങ്ങളെല്ലാവരും ഒരുപാട് പ്രാർത്ഥിച്ചു, എവിടെയെന്നെങ്കിലും ഞങ്ങൾക്കൊരു സമാധാനം കിട്ടണം. അങ്ങനെ ഞങ്ങൾ പോകാവുന്ന പള്ളികളിലും അമ്പലങ്ങളിലെല്ലാം ഞങ്ങൾ പോയി പ്രാർത്ഥിച്ചു. ആരും ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടില്ല. അവസാനം അടുത്ത വീട്ടിലെ ഒരു ചേച്ചി യേശുവിനെ കുറിച്ച് സുവിശേഷം പറഞ്ഞു. ആ ചേച്ചി പറഞ്ഞു, നമ്മുടെ യേശു ക്രിസ്തു ഒരു മതം മാറ്റാൻ വന്നതല്ല, നമ്മുടെ പേരിനൊന്നും മാറ്റം വരുത്തിയില്ല, പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ സമാധാനം തരും, നമ്മുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം വരുത്തി തരും, നമ്മളിതുവരെയും അനുഭവിക്കാത്ത നമ്മുടെ ഒരു സന്തോഷം യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നമുക്ക് കിട്ടും. ആ ചേച്ചി അങ്ങനെ എന്നോട് പറഞ്ഞ നിമിത്തം ഞാൻ യേശുവിനെ വിളിച്ചു പ്രാർത്ഥിച്ചു. ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു. അതുവരെയും എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാതെ എൻ്റെ വീട് തകർന്നിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ യേശുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. യേശുവിൻ്റെ ഭവനത്തെ രക്ഷിച്ചു. എൻ്റെ പിതാവിൻ്റെ മദ്യപാനത്തിൽ നിന്ന് മാറ്റം എൻ്റെ പിതാവിന് ലഭിച്ചു. അതുപോലെ എൻ്റെ കാണാതെ സഹോദരൻ 14 വർഷങ്ങൾക്ക് ശേഷം എൻ്റെ സഹോദരൻ ഭവനത്തിൽ മടങ്ങി വരുവാനിടയാക്കി. സ്വന്തമായി ഞങ്ങൾക്കൊരു ഭവനമില്ലായിരുന്നു. എന്നാൽ ആ ഒരു യേശുവിനെ സ്നേഹിച്ചതിന് ശേഷം ഞങ്ങൾക്ക് നല്ലൊരു ഭവനം കർത്താവ് നൽകി തന്നു. ഞങ്ങളുടെ 3 പേരുടെ വിവാഹം കഴിച്ച് ദൈവം നടത്തി തന്നു. അങ്ങനെ ആ ദേശത്ത്, ഞങ്ങളുടെ സ്വന്തം ദേശത്ത് എറണാകുളം, ആ ദേശത്ത് ദൈവം ഞങ്ങളെ യേശുവിന് വേണ്ടി ജീവിച്ചപ്പോൾ ഞങ്ങളെ യേശു മാനിച്ചു. ഇന്ന് കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ള ഒറ്റ വാക്കേ ഉള്ളൂ: സകല മനുഷ്യർക്കും രക്ഷപ്പെടുവാൻ ഏക വഴി കർത്താവായ യേശു ക്രിസ്തു. ദൈവത്തിന്റെ വചനത്തിൽ തിമോഥെയോസിന്റെ ലേഖനത്തിൽ പറയുന്നു, മറ്റൊരുത്തനും രക്ഷയില്ല, രക്ഷപ്പെടുവാൻ ആകെ യേശു ക്രിസ്തു എന്നൊരു മധ്യസ്ഥനെ നമുക്കുള്ളൂ. അതിന് നമ്മളൊരു വഴിപാട് കഴിക്കണ്ട, നമ്മൾ 10 പൈസ കൊടുക്കണ്ട, നമ്മൾ അതിനു വേണ്ടി യാതൊരു മല കയറാനോ മറ്റൊന്നും നമ്മൾ ചെയ്യണ്ട. നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മൾ യേശുവിനെ വേണ്ടി വിശ്വസിച്ച് യേശുവിനോട് പ്രാർത്ഥിച്ചാൽ നമ്മൾ യാതൊരു വിധത്തിലും നമ്മൾ മതം മാറുന്ന അവസ്ഥയല്ല. നമ്മുടെ ഹൃദയത്തിനൊരു ചേഞ്ച് വരുവാൻ യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിച്ചാൽ യേശു ദൈവം നമുക്ക് വേണ്ടി നൽകി തരും. അതിന് നമ്മുടെ ദിവസങ്ങളിൽ ഞങ്ങൾ അനുഭവിച്ചിരിക്കുന്ന ഈ സന്തോഷം അത് നിങ്ങളോടൊത്ത് പങ്കുവെക്കാനാണ് ഞങ്ങൾ ഇന്ന് പൽക്കാലം വൈകിയ സമയത്ത് ഇവിടെ ആയിരിക്കുന്നത്. നമ്മൾ എത്ര കഷ്ടതയിലായിരുന്നാലും നമ്മുടെ പരിഹാരം വരാത്ത നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം യേശു ക്രിസ്തു പരിഹാരം വരുത്തിത്തരും. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മാറാ രോഗങ്ങൾ അതെല്ലാം ഈ കർത്താവ് മാറ്റിത്തരും. യേശു ക്രിസ്തു ബൈബിളിൽ പറയുന്നു, ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ രോഗങ്ങൾക്ക് സൗഖ്യം വരുത്തിത്തരും. നമ്മുടെ ജീവിതത്തിൽ ഇന്നുവരെയും ഞാൻ യേശുവിനെ വിശ്വസിക്കാനുള്ള ഒറ്റ കാരണം, ലോകത്തിൽ ഒരുപാട് ദേവന്മാർ അല്ലെങ്കിൽ മറ്റുള്ള പലരും ഉണ്ടായിരുന്നു.
അവരെല്ലാവരും ജീവിച്ചു മരിച്ചു അവിടം കൊണ്ട് തീർന്നു. എന്നാൽ യേശു ക്രിസ്തു തീർച്ചയായിട്ടും മരണത്തെ ജയിച്ചു. ഇന്ന് കാലം ജീവിക്കുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു പറയുന്നു, ഈ ലോകത്തിലുള്ള സകല മനുഷ്യരുടെയും പ്രശ്നങ്ങൾക്ക് ഞാൻ പരിഹാരം വരുത്തി തരും. യേശുവിൽ കൂടി അല്ലാതെ ഒരു മനുഷ്യർക്കും രക്ഷയില്ല. അതിന് നമ്മളൊന്നും ചെയ്യേണ്ട നമ്മളൊന്നും പൈസ കൊടുക്കണ്ട, അതിനുവേണ്ടി നമ്മൾ നേർച്ച നേരണ്ട, നമ്മൾ യാതൊരു വിധത്തിൽ അതിനുവേണ്ടി കടം മേടിച്ച് കൊടുക്കുവാനൊന്നും ചെയ്യേണ്ട. നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മൾ യേശുവിന് വേണ്ടി വിശ്വസിച്ച് യേശുവിനോട് പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തി തരും. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും യേശു പരിഹാരം വരുത്തി തരും. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് വാങ്ങിക്കാൻ പറ്റാത്ത ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളത്, സമാധാനമാണ്. അത് മറ്റെല്ലാം നമ്മൾക്ക് അപ്പനെ അമ്മയെ ഒഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും. അത് കടകളിൽ നിന്ന് കിട്ടും, എവിടെ നിന്ന് ആയാലും നമ്മൾക്ക് കിട്ടും. പക്ഷേ നമ്മൾക്ക് സമാധാനം നമ്മൾ ഒരു വിധത്തിൽ നിന്ന് ആരിൽ നിന്നും നമുക്ക് ലഭിക്കില്ല. അത് യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് മറ്റാരും എടുക്കയില്ല. ആ സമാധാനം നിത്യസമാധാനമാണ്. തന്നെയുമല്ല നമ്മുടെ ഈ ലോകത്തിൽ 30, 60, 90 വയസ്സ് വരെ ജീവിക്കും. നമ്മുടെ ജീവിതത്തിലെ മദ്യപാനം, അതുപോലെ പുകവലി, ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് രോഗങ്ങൾ വിളിച്ചു വരുത്തി നമ്മുടെ ശരീരം ക്ഷയിക്കുമെന്നല്ലാതെ ഒരു പരിഹാരവും കിട്ടില്ല. എന്നാൽ നമ്മുടെ എത്ര വർഷം നമ്മൾ ജീവിച്ചാലും അത് നമ്മുടെ യേശു ക്രിസ്തുവിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ ആത്മാവിനൊരു മോക്ഷവും നമ്മുടെ ശരീരത്തിന് വിടുതലും നമ്മുടെ ഭവനത്തിന്റെ രക്ഷയ്ക്കും അത് കാരണമായി തീരും. ഈ ദിവസങ്ങളിൽ ഞങ്ങളൊക്കെയും ഇവിടെ ആയിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ, ഞങ്ങളുടെ പ്രിയ മാതാക്കളൊക്കെയും ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞവരാണ്. ഞങ്ങൾ ഇന്ന് കാലം നിങ്ങളോട് വിളിച്ചു പറയുന്നത്. അതുപോലെ തന്നെ ഈ ലോകത്തിന്റെ അവസാനം പലവിധമായ പ്രതിസന്ധികൾ നമ്മൾ ഇതുവരെയും കേൾക്കാത്ത പല പ്രതിസന്ധികളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ദൈവത്തിന്റെ വചനത്തിലെ ബൈബിളിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഈ ലോകം മുഴുവനും ഒരു വിധത്തിലും നശിച്ചു പോകാതെ സകലരുടെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ യേശു ക്രിസ്തുവിനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇന്നാളുകളിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെയും കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് യേശുവിന്റെ നാമത്തിൽ ഈ നാളുകളിൽ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം കിട്ടുമെന്ന് ഇന്ന് കാലം ഞങ്ങൾ ഉറപ്പോടെ വിളിച്ചു പറയുകയാണ്. നിങ്ങളെ ഞങ്ങൾ ഇതിന് ആഹ്വാനം ചെയ്തുകൊണ്ട് എത്രത്തോളം നിങ്ങൾ എന്നെ കേട്ടതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് ഇതുപോലെ കാലം ഞങ്ങൾ കൊടുക്കുന്ന ട്രാക്കുകൾ പറയുന്ന സുവിശേഷം ഒന്നും നശിച്ചു പോകാതെ വീണ്ടും അത് ആത്മാക്കളായി മാറ്റേണ്ടതിന് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം